ഇനി കൈവശമൂർത്തിയെ സ്തംഭിപ്പിക്കുന്ന പ്രയോഗം. ഏകവർണ്ണഗവീതുക്തം ശർക്കരാമധു സംയുതം ത്രിശശം മന്ത്രിതം. ഇത് പ്രേതവസ്ത്രത്തില് കരിക്കട്ട കൊണ്ട് എഴുതിയിട്ട് അത് പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്ത് തവളയുടെ വായിൽ ഈ യന്ത്രം നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ദശമഹാവിദ്യയുടെ 8ാമത്തെ ഭാവമായ ബഹളാമുഖിയെക്കുറിച്ചാണ്. ബഹളാമുഖിയും ഇനി മാതംഗിയും കമലാത്മികയൂടെ പറഞ്ഞാൽ ദശമഹാവിദ്യ സീരീസ് കഴിയുകയാണ്. കാളി മുതൽ ധൂമാവതി വരെയുള്ള ദേവതകളുടെ വീഡിയോയും പ്രയോഗങ്ങളും പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാം. അതുപോലെ PDF ആവശ്യപ്പെട്ടവർക്കായി PDF-ൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കമൻറ്റിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ബഹളാമുഖി ദേവിയെക്കുറിച്ച് പറയുമ്പോൾ ദേവതയെ പീതാംബര അല്ലെങ്കിൽ ശത്രുബുദ്ധി വിനാശിനി, ബ്രഹ്മാസ്ത്ര രൂപിണി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ബഹളാമുഖി എന്നത് വൾഗ എന്ന വാക്കിൻ്റെ ഒരു വികലമാണെന്നും പറയുന്നുണ്ട്. അതായത് കടിഞ്ഞാൺ എന്നാണ് അർത്ഥം. ദേവി വൾഗാമുഖി ശത്രുക്കളുടെ മേൽ നിയന്ത്രണത്തിൻ്റെ ഒരു ശക്തി കൊടുക്കുന്നുവെന്നാണ്. അതായത് എതിരാളിയുടെ വായിൽ കടിഞ്ഞാണിടുന്നവൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നവൾ, അങ്ങനെ ഒരു ദേവതയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ദേവി നൽകുന്ന സ്തംഭനത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. സ്തംഭിനി എന്ന് തന്നെയാണ് ദേവിയെ വിളിക്കുന്നത്. നമ്മുടെ താന്ത്രികത്തിലെ ബഹളാമുഖിയാണ് സ്തംഭനത്തിനുള്ള ഏറ്റവും ഉഗ്രമൂർത്തി. വാർത്താളിയും ബഹളാമുഖിയുമാണ് സ്തംഭനപ്രയോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ദേവത. അതായത് ഈ മന്ത്രത്തിന്റെ പ്രഭാവത്താൽ സംസാരശേഷിയുള്ളവർ മിണ്ടാതെയാകുന്നെന്നും സമ്പന്നർ ഭിക്ഷാടകരാകുന്നെന്നും നശിപ്പിക്കുന്ന അഗ്നി ശമിക്കുന്നുവെന്നും കോപമുള്ളവന്റെ കോപം നീങ്ങുമെന്നും ദുഷ്ടമനസ്സുള്ളവൻ നല്ലവനാകുന്നു എന്നിങ്ങനെയൊക്കെ പറയുന്നു. അതായത് എല്ലാത്തിനും അഗ്നിയെയും ജലത്തിനെയും വരെ സ്തംഭിപ്പിക്കാൻ കഴിയുന്ന ഒരു ദേവതാസങ്കല്പമാണ് ബഹളാമുഖി എന്നാണ് പറയുന്നത്. ബഹളാമുഖിയുടെ ബീജാക്ഷരങ്ങൾ ഹ്ലീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല തന്ത്രസാരം പോലുള്ള ഗ്രന്ഥങ്ങളിൽ, അതുപോലെ നമ്മുടെ മലയാള താന്ത്രികത്തിൽ ഹ്രീം എന്നും ഉപയോഗിക്കുന്നുണ്ട്. അത് രണ്ടുമല്ലാതെ ഹ്ലീമും ഹ്രീമും കൂടെ ചേർന്ന് ഹ്രീം എന്നും ഉപയോഗിക്കുന്ന പല മന്ത്രങ്ങൾ തന്ത്രസാരത്തിലും ഒക്കെ പറയുന്നുണ്ട്. ഓം അസ്യ ചതുസ്ത്രശത്യക്ഷരീ ബഹളാമന്ത്രസ്യ നാരായണ ഋഷി പങ്ക്തിച്ഛന്ദ ബഹളാമുഖീ ദേവത ഹ്രീം ബീജം സ്വാഹാശക്തി മമാവിഷ്ടസിദ്ധ്യാർത്ഥേ ച ശത്രു സ്തംഭനാർത്ഥേ ജപേ വിനിയോഗ. ഇനി ധ്യാനമാണ്. ഗാംഭീരാം ച മദോന്മത്താം സ്വർണകാന്തി സമപ്രഭാം ചതുർഭുജാം ത്രിനയനാം കമലാസന സംസ്ഥിതാം മുദ്ഗരം ദക്ഷിണേ പാശാം വാമേ ജിഹ്വം ച വജ്രകം പീതാംബരധരാം ദേവീ ദൃഢപീന പയോധരാം ഹേമകുണ്ടലഭൂഷാം ച പീതചന്ദാർത്ഥശേഖരാം പീതഭൂഷണഭൂഷാം ച രത്നസിംഹാസനേ സ്ഥിതാം. ഇങ്ങനെയാണ് ശക്തമായ ധ്യാനമാണ്. ഗംഭീര സ്വഭാവവും ദിവ്യമായ ഉന്മാദവും, അതായത് ലഹരിയിൽ ആനന്ദമായിരിക്കുന്നവളും സ്വർണത്തിന്റെ തേജസ് പോലെ പ്രകാശിക്കുന്നവളും 4 കൈകളും 3 കണ്ണുകളും ഉള്ളവളും കമലാസനത്തിൽ വിരാജിക്കുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. വലത് കൈയിൽ മുദ്ഗരം, അതായത് ഗദ, അതുപോലെ കയ്യിൽ പാശവും ശത്രുവിന്റെ നാവ് പുറത്തേക്ക് പിടിച്ചിരിക്കുന്നു. വജ്രായുധവുമേന്തി മഞ്ഞ വസ്ത്രം ധരിച്ചും ദൃഢവും പുഷ്പവുമായ വക്ഷസ്ഥലങ്ങളുള്ളവളായി നിലകൊള്ളുന്നവളും സ്വർണകുണ്ടലങ്ങൾ ധരിച്ച് തലയിൽ മഞ്ഞ നിറത്തിലുള്ള അർദ്ധചന്ദ്രനെ അലങ്കാരമായി ചൂടിയും മഞ്ഞാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും രത്നസിംഹാസനത്തിൽ നിലകൊള്ളുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. അങ്ങനെയാണ് അർത്ഥം. അതായത് ഈ ദേവതയുടെ ഇതെന്ന് പറഞ്ഞാൽ അസുരന്റെ നാവ് പുറത്തേക്ക് പിടിച്ച് മർദ്ദിക്കാൻ പോകുന്ന ഭാവമാണ്. അതായത് സ്തംഭനം ആണ് സൂചിപ്പിക്കുന്ന ദേവതയുടെ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ആദ്യത്തെ മന്ത്രം ഇതിന് ഹ്ലീം ആണ്. മന്ത്രം ഓം ഹ്ലീം ബഹളാമുഖി സർവദുഷ്ടാനാം വാചംമുഖം സ്തംഭയ ജിഹ്വാങ്കീലയ ബുദ്ധിയും വിനാശയ ഹ്ലീം ഓം സ്വാഹ. അങ്ങനെയാണ് ഇവിടെ ഹ്ലീം ആണ് ബീജവുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയും അടുത്ത മന്ത്രം ബ്രഹ്മാസ്ത്ര പ്രയോഗമാണ് പറയുന്നത്. അതിൻ്റെ ഋഷിയും ഛന്ദസ്സും ദേവതയുമാണ് പറയുന്നത്. ഓം അസ്യ ബഹളാമുഖി ബ്രഹ്മാസ്ത്രസ്വരൂപിണീ മന്ത്രസ്യ ഭൈരവ ഋഷി വിരാട് ഛന്ദ ശ്രീ ബഹളാമുഖീ ദേവത ക്ലീം ബീജം ഐം ശക്തി ശ്രീം കീലകം മമ മനോഭിലാഷ സിദ്ധ്യാർത്ഥേ ജവേ വിനിയോഗ. കരഷടങ്കന്യാസം, അത് ന്യാസങ്ങളൊക്കെ ചെയ്യേണ്ടവർക്കാണ്. അത് ഹാം തൊട്ട് ഹ്രാഹ വരെ 6 ബീജങ്ങൾ ചെയ്യണമെന്നാണ്. ഇനി ധ്യാനം പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ മൂലമന്ത്രവും പറഞ്ഞിട്ടുണ്ട്. ധ്യാനം ഇത് നമ്മുടെ കേരള തന്ത്രത്തിലൊക്കെ ഉപയോഗിക്കുന്ന ധ്യാനമാണ്. ഇനി സമയക്കുറവ് കൊണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം പറയുന്നില്ല, നിങ്ങളെ ഇതിൽ കാണിക്കുന്നു. മൂലമന്ത്രം പറയുന്നു. ഹ്രീം ആണ് ഇവിടെ ബീജമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഓം ഹ്രീം ഐം ശ്രീം ക്ലീം ശ്രീ ബഗളാനനെ മമ രിപൂൻ നാശയ നാശയ മമ ഈശ്വര്യാണി ദേഹി ദേഹി ശീഘ്രം മനോ വാഞ്ചിത കാര്യ സാധയ സാധയ ഹ്രീം സ്വാഹ. ഇത് ബ്രഹ്മാസ്ത്ര പ്രയോഗമെന്നൊക്കെ പറയും. ബഗളാമുഖിയെ കൊണ്ട് ശത്രുവിനെ സ്തംഭിപ്പിക്കുന്ന ഉഗ്രമന്ത്രമാണ്. മന്ത്രസിദ്ധിയെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്നതാണ്. പിന്നീട് ഇതിൻ്റെ കവചവും ഹൃദയവും സ്തോത്രവും ഒക്കെ ജപിച്ച് ചെയ്യേണ്ട പ്രയോഗങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട്. ഇനിയും ബാക്കി മന്ത്രങ്ങളൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം ദേവതയോടെ നേരത്തെ പറഞ്ഞ പോലെ ഹ്ലീം ഹ്രീം ഹ്രീം എന്ന് 3 ബീജാക്ഷരങ്ങൾ ചേർത്ത് ജപിക്കുന്ന വിധാനങ്ങളാണ് ദേവതയ്ക്കുള്ളത്. അതുകൂടെ നിങ്ങളെ പറയുന്നു. അതിനുശേഷം പ്രയോഗങ്ങളിലേക്കാണ് പറയുന്നത്. ഇനി ബഗളാമുഖി ഷഡ്ത്രിശദ്യക്ഷരി മന്ത്രമാണ്. അത് ഇങ്ങനെയാണ്. എല്ലാ മന്ത്രവും പറയുന്നില്ല, മൂലമന്ത്രം മാത്രം പറയുന്നു. നാരദ ഋഷിയാണ്. അതുപോലെ ധ്യാനം ഇതാണ്. ഓം ഹ്രീം ബഗളാമുഖി സർവദുഷ്ടാനാം വാചം മുഖം പദം സ്തംഭയ ജിഹ്വാം കീലയ ബുദ്ധിം വിനാശയ ഹ്ലീം ഓം സ്വാഹ. ഇങ്ങനെയാണ്. അടുത്ത മന്ത്രാന്തരം കാണിക്കുന്നു. ഇത് നാരായണ ഋഷി പങ്ക്തിച്ചന്ദക തന്നെയാണ്. ധ്യാനം വേറെയാണ്. ഇതിന്റെ മൂലം ഓം ഹ്ലീം ബഗളാമുഖി സർവദുഷ്ടാനാം വാചം മുഖം സ്തംഭയ ജിഹ്വാം കീലയ കീലയ ബുദ്ധിം നാശയ ഹ്ലീം ഓം സ്വാഹ. ഹ്ലീമാണ്. അടുത്തത് ശ്രീ ബഗളാമുഖി ഷഡ് ത്രിശത്യക്ഷരി മന്ത്രം. ഇത് സാംഖ്യായന തന്ത്രത്തിൽ നിന്നുള്ളതാണ്. അതും നാരദ ഋഷി അനുഷ്ടുപ് ഛന്ദസ് തന്നെയാണ്. അതുപോലെ ഈ മന്ത്രം ഓം ഹ്ലീം, അതായത് ഹ്രീമും അതുപോലെ ഹ്ലീമും കൂടെ ചേർന്ന് അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥമൊക്കെ പിന്നീട് പറയുന്നതാണ്. ബഗളാമുഖി സർവദുഷ്ടാനാം വാചം മുഖം പദം സ്തംഭയ ജിഹ്വാം കീലേ ബുദ്ധിം വിനാശയ ഹ്രീം ഓം സ്വാഹ. ഇങ്ങനെയാണ്. ഇനി തന്ത്രസാരത്തിൽ ഏറ്റവും പ്രശസ്തമായി തന്ത്രസാരത്തിൽ നമ്മുടെ കേരളത്തിൽ പ്രചരിക്കുന്ന മന്ത്രം ഇങ്ങനെയാണ്. അതിന് നാരദ ഋഷിയാണ്. മന്ത്രം ഹ്രീമാണ് ബീജം. ഓം ഹ്രീം ബഗളാമുഖി സർവദുഷ്ടാനാം വാചം മുഖം പദം സ്തംഭയ ജിഹ്വാം കീലയ ബുദ്ധിം വിനാശയ ഹ്രീം ഓം സ്വാഹ. ഇങ്ങനെയാണ് മന്ത്രം. അങ്ങനെ ഇത്രയുമാണ് ഈ ദേവതയുടെ മന്ത്രാന്തരങ്ങൾ. ഈ വീഡിയോയുടെ അവസാനം വിശദമായി ബീജാക്ഷരങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഇനി മന്ത്രസിദ്ധിയും പ്രയോഗങ്ങളുമാണ് പറയുന്നത്. യന്ത്രമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ത്രികോണ ഷഡ് ദളാഷ്ടാസ്ര ഷോഡശാരധരാപുരം കുസുമൈ പൂജയേത് പീഡേ ശ്രദ്ധാഭക്തി സമന്വിത. അതായത് ആദ്യം ത്രികോണം, പിന്നെ ഷൽക്കോണം, അതിനു പുറമെ അഷ്ടദളം, അതിനു പുറമെ ഷോഡശദളം, എല്ലാത്തിനും പുറമെ ഭൂപുരവും വരച്ചിട്ട് ഈ യന്ത്രത്തിലാണ് ബഗളാമുഖി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കേണ്ടത്. ഇവിടെയൊക്കെ യന്ത്രം വരയ്ക്കുമ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മന്ത്രം സ്ഥാപിക്കണം. അതിൻ്റെയൊക്കെ വിധി വിശദമായിട്ട് ഇപ്പോൾ നടുക്ക് ഹ്ലീം എന്ന ബീജമാണ്. മറ്റ് ഇതിലാണ് നമുക്ക് ഹ്രീം ചേർക്കാം, അല്ലെങ്കിൽ ഹ്ലീമും ഹ്രീമും കൂടെ ചേർത്ത് ഹ്ലീം എന്നും എഴുതുന്ന യന്ത്രങ്ങളുണ്ട്. ഇവിടെ എല്ലാം മന്ത്രാക്ഷരങ്ങൾ സ്ഥാപിക്കേണ്ടതാണ്. യന്ത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. ഇനി സിദ്ധമനുർമന്ത്രി സ്തംഭയെ ദേവദേവാദികൾ, അതായത് ഈ ദേവതയിൽ സിദ്ധി വന്നു കഴിഞ്ഞാൽ സർവമൂർത്തികളെയും സ്തംഭിപ്പിക്കാൻ സിദ്ധമുള്ളവനാവുന്നാണ് പറയുന്നത്. അതായത് സർവ പഞ്ചഭൂതങ്ങളെ അടങ്ങുന്ന, അതുപോലെ മനുഷ്യരെയും മൃഗങ്ങളെയും മൂർത്തികളെയും സ്തംഭിപ്പിക്കുന്ന പ്രയോഗങ്ങൾ ബഗളാമുഖിക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒരു ഗൂഢവിദ്യയാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഗുരുപദേശമില്ലാതെ ഒന്നും ചെയ്യുവാൻ പാടില്ല. പീതവസ്ത്രസ്തദാദീന പീതമാല്യാനുലേപന പീതപുഷ്പൈരജേദ്ദേവീം ഹരിദ്രോസ്തസ്രജാജപേൻ പീതാം ധ്യായേൻ ഭഗവതീം പ്രയോഗേഷു യുതം ജപേത്. അതായത് മഞ്ഞ വസ്ത്രമുടുത്ത് മഞ്ഞ വസ്ത്രത്തിലിരുന്ന് മഞ്ഞ നിറത്തിലുള്ള കുറികളും പുഷ്പങ്ങളും ധരിച്ച് മരമഞ്ഞൾ കൊണ്ടുണ്ടാക്കിയ ജപമാല കയ്യിൽ പിടിച്ച് മഞ്ഞപ്പൂക്കളും കൊണ്ട് മഞ്ഞവർണ്ണയായ ബഗളാമുഖി ദേവിയെ ധ്യാനിച്ച് പൂജിച്ച് ഈ മന്ത്രം 10,000 ഉരു ജപിക്കണം. അങ്ങനെയാണ് മന്ത്രബലം വരുന്നത്. കാരണം ദേവത ഒരു മഞ്ഞ, അതായത് പീതാംബര എന്ന പേര് തന്നെ മഞ്ഞയോട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത പ്രയോഗങ്ങളാണ്. ത്രിമധുരം ചേർത്ത് എള്ള് ഹോമിച്ചാൽ ജനങ്ങൾ സ്വാധീനമാകും. ത്രിമധുരം ചേർത്ത് ഉപ്പ് ഹോമിച്ചാൽ സർവ ആകർഷണമാണ് ഫലം. അടുത്ത ഇനി സ്തംഭന പ്രയോഗങ്ങളാണ്. തൈലാഭ്യക്തൈർ നിബന്ധൈത്രൈ ഹോമേ വിദ്വേഷകാരക താലാപക്വ ഹരിദ്രാപിർ ദിഷ്വാം സസ്തംഭനം ഭവേത്.
വേപ്പിനില എണ്ണയിൽ മുക്കി ഹോമിച്ചാൽ ശത്രുക്കൾ തമ്മിൽ വിദ്വേഷിക്കും. കരിമ്പനപ്പഴവും മഞ്ഞളും കൂട്ടി ഹോമിച്ചാൽ ശത്രുക്കൾ സ്തംഭിച്ചു പോകും എന്നാണ് പറയുന്നത്. കുറച്ച് ഉഗ്രപ്രയോഗങ്ങളാണ്. മാരണ പ്രയോഗത്തിന്റെ ഒരു വിധിയൂടെ പറയുന്നു. കരിക്കട്ട, മുത്തങ്ങ, കറുത്ത കടുക്, എരുമനെയ്യ്, ഗുൽഗുലു ഇവ ശ്മശാനാഗ്നിയിൽ ഹോമിക്കുക, എന്നാൽ ശത്രുമാരണം. കഴുകൻ, കാക്ക ഇത്യാദികളുടെ ചിറക് അട്ടക്കരി കൂട്ടി കടുകെണ്ണയിൽ മുക്കി ഹോമിക്കുക, ശത്രു ഉച്ചാടനം. ഇത് ഭയങ്കര കടുത്ത കൊടൂര പ്രയോഗങ്ങളാണ്. ദേവതയെ കൊണ്ട് സർവമൂർത്തികളെ സ്തംഭിപ്പിക്കുന്നത് പോലെ മൃഗങ്ങളെയും മനുഷ്യരെയും എല്ലാ പ്രവൃത്തി മുതൽ ശരീരം വരെ സ്തംഭിപ്പിക്കുന്ന ഗൂഢവിദ്യകൾ ഉള്ള ദേവതയാണ്. വളരെ സൂക്ഷ്മതയോടെ സ്വയമായി ജപിച്ചാൽ തന്നെ നമുക്ക് തന്നെ സ്തംഭനം പോലുള്ള ദോഷങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ വരുന്ന ഇതും പറയുന്നുണ്ട്. ഇനി അടുത്ത പ്രയോഗം പറയുന്നത്, കറുകയും ചിറ്റമൃതും മലരും കൂട്ടി ത്രിമുദരം ചേർത്ത് ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ എല്ലാ രോഗങ്ങളും നശിക്കുകയും നമുക്ക് ആരോഗ്യം വന്നു ചേരുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. പർവ്വതാഗ്രേ മഹാരണ്യേ നദീസംഗേ ശിവാലയെ ബ്രഹ്മചര്യ വ്രതേലക്ഷം ജവേദഖില സിദ്ധയെ. അത് കുന്നിൻമുകളിലോ വൻകാട്ടിലോ രണ്ട് നദികൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലത്തോ ശിവക്ഷേത്രത്തിലോ ഇരുന്നു കൊണ്ട് ബ്രഹ്മചാരിയായിട്ട് ഈ മന്ത്രം ലക്ഷം സംഖ്യ ജപിച്ചാൽ സകല അഭീഷ്ടങ്ങളും സാധിക്കുകയും ദേവി പ്രസാദിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി കൈവശമൂർത്തിയെ സ്തംഭിപ്പിക്കുന്ന പ്രയോഗം. ഏകവർണ്ണഗവീദുഗ്ധം ശർക്കരാ മധു സംയുതം ത്രിശശം മന്ത്രിതം പീതേ ഹന്യാ ദുഷപരാഭവം. അതായത് ഒരേ നിറത്തിലുള്ള പശുവിന്റെ പാൽ, അതായത് കളർ വ്യത്യാസമില്ലാത്ത പശുവിന്റെ പാല് ശുദ്ധമായത് എടുത്ത് പഞ്ചസാരയും തേനും ചേർത്ത് മന്ത്രം 100 ജപിച്ച് സേവിച്ചാൽ ശത്രുക്കൾ അയച്ച ബാധ സ്തംഭിക്കും. അതായത് നമ്മുടെ ശരീരത്തിലുള്ള കൈവശമൂർത്തികളെ സ്തംഭിപ്പിക്കുന്ന ഒരു ഉഗ്രപ്രയോഗമാണ്. പല ഉപാസകരും ചെയ്യുന്ന ഇന്ന് കേരളത്തിൽ പ്രശസ്തമായ പല ഉപാസകരും ഉണ്ട്. അവരൊക്കെ ആണ് ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിട്ട് അറിവുണ്ട്. അതുപോലെ തന്നെ ഈ ഏറെ പ്രശസ്തമായ സിനിമാ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുമ്പോൾ, എന്തിന് കേരളത്തിലൊക്കെ സിനിമാ രാഷ്ട്രീയ സംഘർഷങ്ങൾ, കോടതി കേസുകൾ നടക്കുമ്പോൾ ബഹളാമുഖി ഹോമങ്ങൾ നടത്തുന്നത് കാണാം. അതിലൂടെ എതിരാളിയുടെ ആളുകളുടെ വാക്സ്തംഭനം കൊടുക്കുക, അവർക്ക് വിജയം ലഭിക്കാതാക്കുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ നടത്തുന്ന ഒരു ദേവത കൂടിയാണ്. പ്രശസ്തമായ കേരളത്തിലൊക്കെ ഈയിടയ്ക്ക് നടന്ന കേസുകളിലൊക്കെ ആളുകൾ ബഹളാമുഖി ഹോമം ചെയ്തതായൊക്കെ പരാമർശിക്കുന്നുണ്ട്. അടുത്തത് പറയുന്ന പ്രയോഗം സ്തംഭനത്തിന്റെ യന്ത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് കൂടുതൽ പ്രയോഗങ്ങൾ പറയുന്നില്ല, കുറച്ച് കഠിനമാണ്. ഇവിടെ ഇങ്ങനെയാണ് യന്ത്രത്തിന്റെ ഒരു ഷേപ്പ്. അതുമാത്രമല്ല, ഇവിടെ മന്ത്രമാണ് എഴുതേണ്ടത്, സാധ്യനാമം എഴുതി ചെയ്യേണ്ട കടുത്ത പ്രയോഗമാണ്. സമയക്കുറവ് കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ നീളം കൂടുന്നത് കൊണ്ട് പറയുന്നില്ല. ഇത് പ്രേതവസ്ത്രത്തില് കരിക്കട്ട കൊണ്ട് എഴുതിയിട്ട് അത് പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്ത് തവളയുടെ വായിൽ ഈ യന്ത്രം സ്ഥാപിച്ചാണ് സാധ്യനാമമൊക്കെ എഴുതിയാണ് ശത്രു സ്തംഭനത്തിന് അയക്കുന്നത്. അതുപോലെ മന്ത്രവാദികൾക്ക് അവരുടെ കുലദേവത, അവരുടെ ഉപാസനാമൂർത്തിയെ സ്തംഭിപ്പിക്കുവാൻ വേണ്ടി തവളയുടെ വായിൽ യന്ത്രം എഴുതി ഇങ്ങനെയാണ് ദുഷ്കർമ്മികൾ ചെയ്തു വിടുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതൊന്നും ഇന്ന് കാലത്ത് അതൊക്കെ വളരെ കൊടുത്ത പ്രയോഗങ്ങളാണ്. അതുകൊണ്ടാണ് ബഹളാമുഖിയെയും ധൂമാവതിയെയും ഒക്കെ ആരും ഉപാസിക്കാൻ മടിക്കുന്നത്. എന്നാൽ പൂർണ്ണമായ ഗുരുപദേശത്തോടെ ഭക്തിമാർഗത്തിൽ ഉപാസിച്ചാൽ ദേവത എല്ലാം തന്ന് സിദ്ധികൾ നൽകുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു ജലസ്തംഭനമാണ്. കാട്ടുള്ളരിവേര് ഈ മന്ത്രം 108 ജപിച്ച് വെള്ളത്തിലിട്ടാൽ ജലം സ്തംഭിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഈ യന്ത്രം നല്ലവണ്ണം ഉപാസിക്കുകയും ശത്രുക്കളുടെ വാക്ക്, ഗതി, പ്രവൃത്തികൾ ഇവ താനെ സ്തംഭിക്കുകയും മന്ത്രോപാസകന് ദേവി ഏതഭീഷ്ടങ്ങളെയും അറിഞ്ഞ് സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ദേവതയുടെ മൂലമന്ത്രങ്ങളുടെ പ്രത്യേകതകളൂടെ നിങ്ങളോടൊന്ന് പറയുന്നു. ഈ ഹ്ലീം എന്ന ഒരു സ്ഥിരമായ ബീജമന്ത്രം അതെല്ലാ ശത്രുക്കളെയും, നമ്മുടെ അകത്തെയും അല്ലാതെ പുറമേ ഉള്ളതും കൂടാതെ നമ്മുടെ ഭൗതികവും ആത്മീയവുമായ പുരോഗതിയിലെ തടസ്സങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ശബ്ദമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ ഹ എന്ന അക്ഷരം അത് ആരംഭിക്കുന്നത് അത് ആകാശ തത്വത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ല, അതാ ഹ്ലീമിന്റെ ല എന്ന അക്ഷരം ഭൂമി, അത് പൃഥ്വി തത്വമാണ്. അതുപോലെ ഈ അത് മഹാമായയെ സൂചിപ്പിക്കുന്നെന്നാണ് പറയുന്നത്. അതുപോലെ അവസാനത്തെ അത് നാദബിന്ദുവാണ്. ഓം എന്നൊക്കെയുള്ള പോലെ എന്നുള്ളത് നാദബിന്ദുവാണ്. അത് ദുഃഖങ്ങളെ നീക്കുന്നതാണ്. അത് ചേരുമ്പോൾ ഹ്ലീം ആയി. അതായത് ഇതെല്ലാം കൂടെ ചേർന്നാൽ നമ്മളുടെ രുചി, അതുപോലെ വിശപ്പ്, വാക്ക്, മനസ്സിലെ ആന്തരിക ചിന്തകളെല്ലാം ശാന്തമാകുമെന്നും പ്രാണശക്തിയെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് ഇതിന്റെ ഈ ദശമഹാവിദ്യയിലെ വിദ്യയുടെ അർത്ഥം. ഈ മന്ത്രം പുറത്തെ ശത്രുക്കളുടെ വാക്കുകളെയും നിയന്ത്രിക്കുകയും
ഉപയോഗിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ബഗലാമുഖി ദേവിയുടെ ഏറ്റവും ശക്തമായ ആ ബ്രഹ്മാസ്ത്ര വിദ്യയിലെ ബീജമന്ത്രവും കൂടിയാണിത്. എല്ലാ കർമ്മബലങ്ങളെയും ആശങ്കകളെയും നശിപ്പിക്കുന്നു, നമ്മുടെ ഭൗതികവും ആത്മീയവുമായ പുരോഗതിയെ തരികയും ചെയ്യുന്നെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഹ്ലീമിന്റെ കൂടെ നേരത്തെ ഒരു മാറ്റം പറഞ്ഞിരുന്നു. ഹ്രീം എന്ന് നമ്മൾ ഹ്രീം എന്ന് ഉള്ള ഇതുകൊണ്ട്, അതുപോലെ ഹ്ലീമും കൂടെ ചേരുമ്പോൾ ഹ്രീം എന്ന് ഉച്ചരിക്കുന്ന അതിന്റെ രാ എന്ന അഗ്നി ബീജ തത്വം കൂടെ അതിലേക്ക് ചേർക്കുമ്പോഴാണ് ആ ബീജാക്ഷരത്തിന് ശക്തി വരുന്നതാണ് പറയുന്നത്. അഗ്നി തത്വത്തെ കൊടുക്കുകയും ശക്തമായ ഉഗ്രതയും പ്രഭാവവും നൽകുന്നുവെന്നും ആ മന്ത്രത്തിന്റെ ആകെയുള്ള ആ ശക്തി തന്നെ വർദ്ധിക്കപ്പെടുന്നുവെന്നാണ് പറയുന്നത്. അഥവാ സംഖ്യായന തന്ത്രത്തിൽ പറയുന്നതനുസരിച്ച് രാ എന്ന അക്ഷരം ചേർക്കാതെ ഹ്ലീം എന്ന് മാത്രമായി ജപിച്ചാൽ ഫലപ്രദമാകില്ലെന്നും പറയുന്നുണ്ട്. പക്ഷെങ്കിൽ പലരും വടക്കേന്ത്യയിലൊക്കെ ഹ്ലീം ബഗലാമുഖി എന്നുള്ള മൂലമന്ത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കേരള താന്ത്രികത്തിൽ ഹ്രീമാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നീട് രായുടെ ചേർത്ത് ഹ്രീം എന്ന താന്ത്രികപരമായിട്ട് ഉപയോഗിക്കാറുമുണ്ട്. അത് പല തന്ത്രസാരത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നമസ്കാരം.